ദൈവജനത്തിൻ്റെ നടപ്പ്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-4 വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത്. ഒരു ദൈവവൈതൽ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെ നടക്കാൻ പാടില്ല എന്ന് ഈ 2 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഒരു ദൈവവൈതൽ എങ്ങനെയാണ് നടക്കേണ്ടത്. 4-ാം വാക്യത്തിൽ എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഒരു ദൈവവൈതൽ നടക്കേണ്ടത് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. നമുക്കൊരു പാറ്റേൺ ഉണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ജീവിത രീതി എങ്ങനെയായിരിക്കണമെന്ന് ഒരു പാറ്റേൺ ഉണ്ട്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചാണ് നടക്കേണ്ടത്. ദൈവം എങ്ങനെ നമ്മളുടെ യാത്ര മുമ്പോട്ട് പോകണമെന്നും ആ യാത്രയ്ക്ക് അനുഗ്രഹമാകണമെങ്കിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കണം. അടുത്ത പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ ആരെന്ന് നിങ്ങളറിഞ്ഞ എന്നെ അനുസരിച്ച് നടക്കണം. ഞാനാണ് നിങ്ങളെ പുറപ്പെടുവിച്ചത്. ഞാനാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവം നിങ്ങളെ എത്തിക്കേണ്ട തുറമുഖത്തെത്തിക്കും. ഈ പ്രഭാതത്തിൽ ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നടക്കേണ്ടുന്ന പാറ്റേൺ നാം ഫോളോ ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിധികളെ അനുസരിച്ചാണോ പ്രമാണിച്ചാണോ നാം നടക്കുന്നത്? നീ എങ്ങനെ നടക്കരുത് ദൈവവൈതൽ? 3-ാം വാക്യത്തിൽ, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഏറ്റവും കൂടുതൽ വർഷം 430 സംവത്സരം നിങ്ങൾ മിസ്രയീമിൽ പാർത്തു. മിസ്രയീമിൻ്റെ ഒരു നടപ്പുണ്ട്. ആ നടപ്പ് ഇനിയും നിങ്ങൾ നടക്കാൻ പാടില്ല. ആ നടപ്പ് നിങ്ങളെ പാപത്തിലേക്ക് വീഴിച്ചതാണ്. ആ നടപ്പ് നിങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയതാണ്. ആ നടപ്പ് നിങ്ങളുടെ നന്മകളെ മോഷ്ടിച്ചതാണ്. ആ നടപ്പ് നിങ്ങളെ ഒതുക്കി കളഞ്ഞതാണ്. ഇനിയും മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അതിൻ്റെ അകത്തുനിന്നൊരു വിടുതൽ പ്രാപിച്ചാൽ ഇനിയും ആ പഴയ പാറ്റേൺ, പഴയ സ്വഭാവത്തെ ഉപേക്ഷിക്കണം. 1-ാം സങ്കീർത്തനം നാം വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. ദുഷ്ടന്റെ ആലോചനകൾ മിസ്രയീം ദേശത്തുണ്ട്. നിന്നെ വീണ്ടും പിന്തുടർന്ന് പിടിക്കാൻ പദ്ധതിയിടുന്ന മിസ്രയീമ്യ വ്യാപാരമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തോട് പറയുക, എൻ്റെ വിധികളെ അനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ മിസ്രയീമിൻ്റെ ഒരു ആചാരവും നീ അനുസരിക്കാൻ പറ്റത്തില്ല. ആ നടപ്പ് നിനക്ക് യോഗ്യമല്ല. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ചിന്ത, എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. 2 നടപ്പ് നിങ്ങൾക്ക് പാടില്ല. 1, നിങ്ങൾ വിട്ടിട്ട് വന്ന സ്ഥലം. 3, നിങ്ങൾ പോകുവാൻ പോകുന്ന സ്ഥലം. അത് കനാൻ ദേശത്തിലേക്കാണ്.
കനാൻ ദേശത്തിൽ ജാതീയ ശക്തികൾ ശക്തമായി അവിടെയുണ്ട്. അവിടുത്തെ നടപ്പ് പോലെയും അരുത്. അതും അനുകരിപ്പാൻ നിനക്ക് അവകാശമില്ല. ഈ ലോകത്തിലെ ഒന്നും അനുസരിച്ച് ആചരിച്ച് നടക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം ദൈവത്തിൻ്റെ വിധികളെ അനുസരിച്ച് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. അതാ ദൈവത്തിനിഷ്ടം. വിട്ടിട്ട് വന്നതും മുമ്പോട്ട് പോകുന്നതിനെ നോക്കി നടക്കാതെ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവപ്രമാണം അനുസരിച്ച് നടക്കാൻ കൃപ നമുക്ക് ലഭിക്കട്ടെ. കർത്താവെ, ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. ദൈവ വചനമനുസരിച്ച് നടപ്പാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.